AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിക്കാൻ NSS ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായരുടെ നീക്കം. രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹങ്ങൾക്ക് ആകസ്മിക തിരിച്ചടി. കോൺഗ്രസിനുള്ളിൽ തമ്മിലടികൾ രൂക്ഷമാകുമ്പോൾ തുടർഭരണ പ്രതീക്ഷ വർദ്ധിച്ച് ഇടതുപക്ഷ കക്ഷികൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നതിനെ ചൊല്ലി തർക്കങ്ങൾ മുറുകുന്നതിനിടയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ. മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും നടത്തുന്ന വടംവലികൾക്കിടയിലേക്കാണ് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ക്രാഷ് ലാൻഡിംഗ് ചെയ്തിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായരാണ് ഇതിനെ അണിയറ നീക്കങ്ങൾ നടത്തിയതെന്ന വസ്തുത രമേശ് ചെന്നിത്തലയുടെ അനുയായികളെ ഞെട്ടിച്ചിട്ടുമുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കം കിട്ടുമെന്നും അങ്ങനെ വന്നാൽ താനാകും മുഖ്യമന്ത്രി എന്ന വിധത്തിലുള്ള കരുനീക്കങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയത്. KPCC അധ്യക്ഷൻ കെ. സുധാകരനെയും ഇതര ഘടകകക്ഷികളെയും മുഖവിലക്കെടുക്കാതെ സതീശൻ നടത്തിയ ഏകപക്ഷീയ നീക്കങ്ങൾ UDFലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിരുന്നു. സാമുദായിക സംഘടനകളെയും നേതാക്കളെയും വിമർശിച്ചുകൊണ്ടുള്ള സതീശന്റെ ധാർഷ്ട്യ സ്വരത്തിലുള്ള പ്രസ്താവനകളും ഈ പ്രതിഷേധത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. ഈ വേളയിലാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. NSSന്റെയും SNDPയുടെയും ഒപ്പം മുസ്ലിം ക്രൈസ്തവ സാമുദായിക സംഘടനകളുടെയും പിന്തുണ ചെന്നിത്തലയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അവരുടെയൊക്കെ ചടങ്ങുകളിലെ വിശിഷ്ടാതിഥിയായി രമേശ് ചെന്നിത്തല എത്തിയതിനു പിന്നിലെ രാഷ്ട്രീയവും ഈ വിധത്തിലായിരുന്നു. അടുത്ത കാലത്തായി മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന രമേശ് ചെന്നിത്തല സമീപകാലത്തായി കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിലും സജീവമാകുന്നതിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മലയോര സമരജാഥയുമായി സംസ്ഥാന പര്യടനം നടത്തിയത്. ആ ജാഥയ്ക്ക് പൊതുമണ്ഡലത്തിൽ കാര്യമായ ഇളക്കങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിവിധ ജില്ലകളിലെ മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട് തനിക്കനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും സതീശന് കഴിഞ്ഞിരുന്നു. വി.ഡി. സതീശൻ തന്റെ കരുത്ത് വീണ്ടും തിരിച്ചുപിടിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ് ചെന്നിത്തലയേക്കാൾ കരുത്തുള്ള മറ്റൊരു നേതാവിനായി കരുക്കൾ നീക്കിയത്. ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തനും രാഹുൽ ഗാന്ധിയുടെ ഉറ്റമിത്രവുമായ കെ.സി. വേണുഗോപാലിനെ കേരള രാഷ്ട്രീയത്തിൽ ഇറക്കി കളിക്കാൻ എല്ലാവിധ പിന്തുണയും NSS വാഗ്ദാനം ചെയ്തത് ഈ സന്ദർഭത്തിലായിരുന്നു. സ്വന്തം സമുദായത്തിലെ ഒരു നേതാവ് കേരളം ഭരിക്കണമെന്നും അതുവഴി അധികാരത്തിന്റെ ഇടനാഴികളിൽ കരുത്തു തെളിയിക്കാനുമുള്ള സുകുമാരൻ നായരുടെ നീക്കങ്ങൾക്ക് പലതവണ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചതാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ സ്വന്തം സമുദായാംഗമായ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനായി സുകുമാരൻ നായർ നടത്തിയ വിലപേശലുകൾ മറക്കാൻ കഴിയില്ലല്ലോ. ന്യൂനപക്ഷ സർക്കാർ ആയതിനാൽ അട്ടിമറി ഭീഷണിയും അന്ന് ശക്തമായി നിലനിന്നിരുന്നു. മുഖ്യമന്ത്രി കസേര ലഭിച്ചില്ലെങ്കിലും ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം നേടിക്കൊടുക്കാൻ തന്റെ സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രം മൂലം സുകുമാരൻ നായർക്ക് അന്ന് കഴിയുകയും ചെയ്തു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തുമെന്ന ഒരു കണക്കുകൂട്ടലും UDFനോ NSSനോ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഒന്നിടവിട്ട് മുന്നണികൾ ഭരിക്കുന്ന സാഹചര്യം വീണ്ടും ആവർത്തിക്കുമെന്നാണ് അവരെല്ലാം കണക്കുകൂട്ടിയിരുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന NSS നേതൃത്വത്തിന്റെ പ്രതീക്ഷകളെ അട്ടിമറിച്ചാണ് പിണറായി വിജയൻ രണ്ടാമതും മുഖ്യമന്ത്രിയായത്. അന്ന് പ്രതിപക്ഷ നേതാവായി ചെന്നിത്തലയെ കൊണ്ടുവരാൻ സുകുമാരൻ നായർ ശ്രമിച്ചുവെങ്കിലും ആവിധം നീക്കങ്ങളെ അട്ടിമറിച്ച് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തുകയായിരുന്നു. ഇക്കുറി UDFന് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തർക്കമുണ്ടാകുമെന്നത് ഉറപ്പാണ്. സതീശനും ചെന്നിത്തലയ്ക്കും പുറമെ മറ്റു പല നേതാക്കളും മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നുണ്ട്. കെ. സുധാകരനും കെ. മുരളീധരനുമെല്ലാം ആ നിരയിൽ വരും. ആ വിധത്തിൽ തർക്കമുണ്ടായാൽ ഹൈക്കമാൻഡ് ഇടപെട്ട് മറ്റൊരു സ്വീകാര്യ നേതാവിനെ അവതരിപ്പിക്കാനും സാധ്യതയേറെയാണ്. അങ്ങനെ വന്നാൽ ആദ്യ പരിഗണന കെ.സി. വേണുഗോപാലിന് തന്നെയാണ്. ആ സാധ്യത കൂടി മുൻകൂട്ടി കണ്ട് തന്റെ ശ്രമഫലമായാണ് കെ.സി. വേണുഗോപാൽ കേരളത്തിലെത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് സുകുമാരൻ നായർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ യോഗ്യനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്.
KCയുടെ മനസ്സിലിരിപ്പും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് തന്നെയാണെന്ന് ഇതും വ്യക്തമാക്കുന്നു. ഇത് രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹത്തിന് വലിയ തിരിച്ചടിയായി മാറും. അതേസമയം കേരളത്തിൽ സജീവമായ നേതാക്കളെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യത്തിനാണ് KPCCയിൽ മുൻതൂക്കം. അത് അട്ടിമറിച്ചുകൊണ്ടുള്ള മറ്റൊരു നീക്കമുണ്ടായാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ അത് ഏറെ കലുഷിതമാക്കുമെന്നത് ഉറപ്പാണ്.